നമസ്കാരം. പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന, എന്നാൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടാം. എന്നാൽ ഒന്ന് ഓർത്തു വെച്ച് കൃത്യസമയത്ത് നടപടിയെടുത്താൽ, നമ്മൾ വേണ്ടത് ചെയ്താൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാനും സാധിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു ആപ്തവാക്യം ഏറ്റവും കൂടുതൽ അന്വർത്ഥമാകുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം 2026 ഓഗസ്റ്റ് 6 ഔദ്യോഗിക ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയ ഒരു പ്രധാന നിയമ ഭേദഗതിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1969 ജനന മരണ രജിസ്റ്റർ നിയമത്തിലെ 13ാം വകുപ്പിലാണ് കേന്ദ്ര സർക്കാർ നിർണായകമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുവന്നതും ശീലിച്ചതുമായിട്ടുള്ള ചില ലളിതമായ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമായിരിക്കില്ല എന്ന് പറയട്ടെ. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു കുട്ടി ജനിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെടുകയോ ചെയ്താൽ അത് കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യുക എന്നത് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജനനമോ മരണമോ ഒക്കെ നടന്ന് വർഷങ്ങൾ കഴിഞ്ഞാലും അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യാറില്ല, കാര്യമായിട്ട് എടുക്കാറില്ല. ആശുപത്രിയിലാണ് പ്രസവം നടക്കുന്നുണ്ടെങ്കിൽ അവർ ജനന രജിസ്ട്രേഷൻ നടത്തും. വീട്ടിൽ പ്രസവിക്കുന്ന സന്ദർഭത്തിലാകട്ടെ അത് ചിലപ്പോൾ നീണ്ടു പോവുകയും ചെയ്യും. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് നീളെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ രജിസ്ട്രേഷനിൽ അലംഭാവം ഉണ്ടാകുന്ന സന്ദർഭമുണ്ട്. പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുമ്പോൾ മാത്രം തദ്ദേശ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു രീതിയാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം ഒരു വർഷത്തിന് ശേഷം വൈകി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ വളരെ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നിയമം അനുസരിച്ച് ജനനമോ മരണമോ നടന്ന് ഒരു വർഷം കഴിഞ്ഞ്, എന്നാൽ 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ വിവരം നൽകുന്നതെങ്കിൽ, രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലെ രജിസ്ട്രാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതിന് ബന്ധപ്പെട്ട പ്രദേശത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ്, അതുപോലെ അധികാരപ്പെടുത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരിൽ നിന്നൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വ്യക്തമായ ഉത്തരവ് വാങ്ങി വേണം പിന്നെ അത് ചെയ്യാൻ. 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 14(1) പ്രകാരം നിയമിക്കപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരാണ് ഇത്തരത്തിൽ ഉത്തരവിടാൻ വേണ്ടി അധികാരമുള്ളവർ. ഇവർ സംഭവത്തിൻ്റെ കൃത്യതയും സത്യസന്ധതയും ഒക്കെ നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം നിശ്ചിത ഫീസ് ഈടാക്കി മാത്രമായിരിക്കും രജിസ്ട്രേഷൻ അനുമതി ചെയ്യുന്നത്. അതായത് നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം അവരെന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, നമ്മളെ കാത്തു കുത്തിയിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് സമയത്ത് നമ്മുടെ കടലാസ് കിട്ടിയില്ല എന്ന് വരും. ഇനി കാര്യങ്ങൾ അതിലും ഗൗരവമാകുന്നത് എപ്പോഴെന്നറിയാമോ? ജനനമോ മരണമോ നടന്ന് 2 വർഷത്തിൽ കൂടുതൽ വൈകിയാണ് ഈ വിവരങ്ങൾ നൽകുന്നെങ്കിലാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അവിടെ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ചുമതലയിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമാണ്. ഒരു കോടതി ഒരു രേഖയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കയറി ഇറങ്ങി തെളിവുകൾ രേഖകളൊക്കെ ഹാജരാക്കി മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി ജനനമോ മരണമോ ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നിയമ ഭേദഗതി കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയയായിട്ട് മാത്രം നമ്മൾ കാണരുത്. ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു സൂചനയുണ്ട്. ആ സൂചനയാണ് വളരെ പ്രധാനമെന്ന് പറയുന്നത്. ജനന രജിസ്ട്രേഷൻ എന്നത് പൗരത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണിത്. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇന്നത്തെ സാഹചര്യം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജനിച്ചു വളർന്ന നാട്ടിൽ എല്ലാ രേഖകളും ഉണ്ടായിട്ടും, കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം ഉണ്ട്, ചുറ്റിലും ഉണ്ടായിട്ടും, പാസ്പോർട്ട് പോലെയുള്ള എല്ലാ ഔദ്യോഗിക രേഖകൾ കയ്യിലുണ്ടായിട്ട് പോലും അത് പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരായ പൗരനെ തടങ്കിലാക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുമുണ്ട്. അശ്രദ്ധ കൊണ്ട് ജനന സർട്ടിഫിക്കറ്റോ കൃത്യമായ രജിസ്ട്രേഷനോ ഇല്ലാതെ പോയാൽ ഭാവിയിൽ പൗരത്വം തെളിയിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു ജനന സർട്ടിഫിക്കറ്റ് സമയത്ത് എടുത്തില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് പൗരത്വം ചോദിച്ചപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ചാൽ മതി. സ്വന്തം രാജ്യത്ത് പൗരത്വം നഷ്ടപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ ശിഷ്ടകാലം കഴിയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി, കാര്യങ്ങൾ ഗൗരവം മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അല്പം ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ ഈ വലിയ അപകടത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തലയൂരാൻ സാധിക്കുമെന്ന്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവിടെയൊക്കെ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. വൈകിക്കുന്ന ഓരോ ദിവസവും വലിയ നിയമക്കുരുക്കുകളിലേക്കും വലിയ സാങ്കേതിക തടസ്സങ്ങളിലേക്കുമാണ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി വർഷങ്ങൾക്ക് ശേഷം കോടതികൾ കയറി ഇറങ്ങി അപേക്ഷകളും തെളിവുകളായി നടന്ന് വലയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സംഭവം നടക്കുമ്പോൾ തന്നെ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നത്. ആധാർ കാർഡ്, അതുപോലെ റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഇതൊന്നും പോരാ. ഒരു വ്യക്തിയുടെ ഈ രാജ്യത്തെ പ്രാഥമികമായ അടിത്തറ എന്ന് പറയുന്നത് കൃത്യമായ ജനന രജിസ്ട്രേഷൻ തന്നെയാണ്. നിയമം കൂടുതൽ കർശനമാകുമ്പോൾ അതിനോടൊപ്പം ഉയർന്നു ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ.
ഓർമ്മിച്ചേ പറ്റുള്ളൂ. നമ്മൾ രേഖകളിലെ അശ്രദ്ധ നിങ്ങളുടെ വരും തലമുറയുടെ ഭാവി തന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കും. ഒരുപക്ഷെ അവരെന്നേക്കുമായി ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ജനന മരണ രജിസ്ട്രേഷനുകൾ കൃത്യസമയത്ത് തന്നെ നടത്തുക. വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭാവി നമ്മൾ തന്നെ ഉറപ്പാക്കി വയ്ക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്ന കാര്യം നമ്മളെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. Different angles. Don't forget to subscribe and support this channel.